നാട്ടടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പഴഞ്ചക്ക ഉപയോഗിച്ച് ഒരു പലഹാരം തയ്യാറാക്കാം. അതിനുവേണ്ടി ഇവിടെ പഴഞ്ചക്ക എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ എങ്ങനെ വൃത്തിയാക്കുന്നത് നോക്കാം. ഇതിന് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ഓട്ട തവിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ഇതിന് മിക്സിയുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റും. ഇതേപോലെ ഒന്ന് അരച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ കുരു നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഇത് ചക്കക്കുരു വറവാക്കാനെല്ലാം നല്ല ബെസ്റ്റ് സാധനമാണ്. ഇതിൻ്റെ നൂലും ഒന്നുമില്ലാതെ ഇതിൻ്റെ ഒരു പോണ്ടി പോലത്തെ സാധനമുണ്ട്, അതൊന്നും ഈ ചക്കയിലേക്ക് കുടുങ്ങൂല. ഇങ്ങനെ ആക്കിയാൽ നല്ല എളുപ്പത്തിൽ വീഴുന്നുണ്ട്. ഇനി ഇതിൻ്റെ നൂലെല്ലാം നമുക്ക് വേറെ തന്നെ എടുത്ത് മാറ്റാം. ഇതാ ഇതിൻ്റെ നൂലെല്ലാം ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് എടുത്ത് മാറ്റാം. അതേപോലെ എല്ലാം നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റും. ഇനി ആരും പഴഞ്ചക്ക കളയണ്ട. ഇത് മുഴുവനായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇതിൻ്റെ നൂലെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുരു വേറെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം വൃത്തിയാക്കിയെടുത്തത്. ഇതിൻ്റെ അകത്ത് ഒരു നൂല് പോലും ഉണ്ടാവില്ല. ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരട തയ്യാറാക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. അധികം കുറേ സമയം ചൂടാക്കണ്ട, ഒന്ന് തിളച്ചിട്ട് വന്നാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ഉരുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മധുരത്തിന് ആവശ്യമായ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം തിളച്ച് വെക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഏലക്ക പൊടിച്ചതാണ്. ഇനി ഒരു സ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് വെക്കാം. ഇത്ര മതി. ഇനി ഇത് തീ ഓഫാക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അടക്ക ആവശ്യമുള്ള പച്ചരി പൊടിച്ചതാണ്. അത് വറുത്തതോ വറുക്കാതോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇത് കുറേശ്ശായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചൊരു അടേൻ്റെ പാകാകുന്നവരെ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണിഞ്ഞിട്ട് വരട്ടെ. അടയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതേ പാകത്തിന് എടുത്താൽ മതി, അധികം മുറുക്കണ്ട, അപ്പോൾ അട സോഫ്റ്റ് ആവില്ല. ഇനി നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. വെല്ലം ചെറുതായി നുറുക്കിയത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അതിനായി ഞാൻ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഇലയിലേക്ക് കുറച്ച് കൂട്ട് ഇട്ട് കൊടുക്കും. ഇതിന് കൈക്ക് കുറച്ച് വെള്ളം നനക്കണം. എന്നിട്ട് ഇതേപോലെ പരത്തി കൊടുക്കാം. പറ്റുമ്പോൾ കൈക്ക് കുറച്ച് വെള്ളം നനച്ചു കൊടുത്താൽ മതി. നല്ല നേർത്ത് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ചക്കക്ക് കുറച്ച് മധുരം ചേർത്തുകൊണ്ട് ഇതിന് കുറച്ച് മധുരം മതി. ഇതിൽ പഞ്ചസാര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മടക്കി വെക്കാം. ഇതേപോലെ ബാക്കിയുള്ളതും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിന് മൂടി വെക്കാം. അട വെന്തോന്ന് നോക്കാം. ഇത് അരിയിൽ നിന്ന് നേരെ വിട്ട് വരുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ഇത് നേരെ വിട്ട് വന്നിട്ടുണ്ട്.
അട നല്ല വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായ അടയാണ്. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.